Hello everyone, welcome to the channel. നമ്മൾ +2 മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റിൻ്റെ തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷനായ ഫങ്ഷൻസ് എന്നുള്ള സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻസിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് മാപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ മാപ്പിംഗ് എന്ന് പറയും. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻസ് തന്നെയാണ്. മാത്സിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ റൂൾ. അതൊരു റൂളാണ് വിച്ച് പ്രൊഡ്യൂസസ് ന്യൂ എലമെൻറ്റ് ഔട്ട് ഓഫ് സം ഗിവൺ എലമെൻറ്റ്സ്. നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂസ് കൊടുക്കുമ്പോൾ അത് പുതിയ എലമെൻറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു മെഷീൻ്റെ കേസ് എടുക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ, ആ മെഷീനിൽ നമ്മളൊരു ഇൻപുട്ട് ഇട്ട് കൊടുക്കും. ആ ഇൻപുട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ മെഷീനകത്ത് എന്തൊക്കെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എന്തൊക്കെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്ന ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എന്ത് ഇൻപുട്ടാണോ നമ്മൾ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് ഫങ്ഷൻസും. ഫങ്ഷൻസിൽ നമ്മളൊരു സ്പെഷ്യൽ ഒരു എലമെൻറ്റ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഫങ്ഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻസ് ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി ഈ സെറ്റ് ടു ബി എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനാണെന്ന് പറയണമെങ്കിൽ, ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. അതായത് സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റിനും ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. ഒരേ ഒരു ഇമേജ് മാത്രമേ സെറ്റ് ബിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫങ്ഷൻസ്. അപ്പോൾ എവറി എലമെൻറ്റ് ഓഫ് സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റിനും ഒരേ ഒരു വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബിക്കകത്ത് ഒരേ ഒരു ഇമേജ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ, ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഡിനോട്ടഡ് ബൈ എഫ് ഫ്രം എ ടു ബി. ഈ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഓർഡേഡ് പെയർ എ ബി എലമെൻറ്റ് ഓഫ് എഫ്, ദെൻ എഫ് ഓഫ് എ ഈക്വൽ ടു ബി, where B is called the image of A under F. B is called the image of A under F and A is called the pre-image of B under F. അപ്പോൾ എ നമുക്ക് എന്ത് പറയാം, പ്രീ ഇമേജ് ഓഫ് ബിയുടെ പ്രീ ഇമേജ് ആണ് എ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ, ആർ ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു 2x. ഓക്കെ, എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ മെമ്പേഴ്സാണ് എക്സും വൈയും. ആർ എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, വൈ ഈക്വൽ ടു 2x എന്ന് പറയുന്ന ആ റിലേഷൻ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈകളുടെ കളക്ഷനാണ് നമ്മൾ അതിനകത്ത് ആറായിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. നോക്കി, ഇതിനകത്ത് ഡൊമൈൻ എന്താണ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ്, ക്യാപിറ്റൽ N ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വൈ ഈക്വൽ ടു 2x എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. വൈ ഈക്വൽ ടു 2x, 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇമേജുകൾ വരുന്നത്. അപ്പം റേഞ്ച് എന്തായിരിക്കും, സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും റേഞ്ച് ആയിട്ട് വരിക. കോഡൊമൈൻ എന്താണ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ വൈ ഈക്വൽ ടു 2x ആണ്. അപ്പോൾ ഇത് ഡൊമൈൻ, ഇത് കോഡൊമൈൻ. അതിനകത്ത് നമ്മൾ എക്സിന് 1 കൊടുത്താൽ വൈ ഈക്വൽ ടു, എക്സിന് 1 ആണെങ്കിൽ വൈ ഏതിലേക്കാണ് മാപ്പ് ചെയ്യുക, വൈ ഈക്വൽ ടു 2യിലേക്കാണ് മാപ്പ് ചെയ്യുക. ഓക്കെ, വൈ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഇനി ഇത് 2 ആണെങ്കിലോ, എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ 2 × 2 4ലേക്കാണെന്ന് മാപ്പ് ചെയ്യുക. ഇനി എക്സ് ഈക്വൽ ടു 3 ആണെങ്കിലോ 3 × 2 6ലേക്കാണെന്ന് മാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതിന് എല്ലാം ഡിഫറെൻറ്റ് ഇമേജസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഫംഗ്ഷന് എക്സാമ്പിളാണ്. ഇതൊരു ഫംഗ്ഷൻ, ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി എ ഫംഗ്ഷൻ വിച്ച് ഹാസ് ഐദർ ആർ ഓർ വൺ ഓഫ് ഇറ്റ്സ് സബ്സെറ്റ്സ് ആസ് ഇറ്റ്സ് റേഞ്ച് ഈസ് കോൾഡ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ ആറോ അല്ലെങ്കിൽ ആറിൻ്റെ സബ്സെറ്റുകളോ ആയിട്ടാണ് വരണമെങ്കിൽ, റേഞ്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ 6 അല്ലെങ്കിൽ 6ൻ്റെ സബ്സെറ്റുകളായിട്ടാണ് വരണമെങ്കിൽ അതിനെ നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, റേഞ്ച് ഒന്നുകിൽ 6 അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളോ ആണ് വരുന്നതെങ്കിൽ, ആ ഫംഗ്ഷന് വരുന്നതെങ്കിൽ അതിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഡൊമൈനും ഒന്നുകിൽ 6 അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് 6 ആയിട്ടാണ് വരണമെങ്കിൽ അതിനെ റിയൽ ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് എഫ് ഫ്രം ആർ ടു ആർ ആയിരിക്കും റിയൽ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്, എഫ് ഫ്രം ആർ ടു ആർ. അപ്പോൾ ഡൊമൈനും റേഞ്ചും തന്നെയായിരിക്കും റിയൽ നമ്പറിൻ്റെ സെറ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഫംഗ്ഷൻ.
ഇനി ഇവിടെ ഡൊമൈൻ റേഞ്ച് മാത്രം ആറോ ആറിൻ്റെ സബ്സെറ്റുകളോ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഉള്ള ഓൾജിബ്ര ഫങ്ഷൻസ് ആണ്. ഓൾജിബ്ര ഫങ്ഷൻസ് ആണ്. ഫോർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു ആർ ആൻഡ് ഫ്രം ജി ഫ്രം എക്സ് ടു ആർ, എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് എക്സ്. എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കെ ഇൻറ്റു എഫ് ഓഫ് എക്സിനെ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇനി ഔട്ട് സൈഡ് എടുത്ത് അങ്ങനെ എഴുതാം. വേർ കെ ഈസ് എനി റിയൽ നമ്പർ. ഇനി എഫ് ബൈ ജി ഓഫ് എക്സിനെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആവില്ല. ഓക്കെ, അപ്പോൾ ഓൾജിബ്ര ഫങ്ഷൻസ് ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യണമെന്ന് മാത്രം. നമുക്ക് പ്രോബ്ലമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. തിയറി പാർട്ടുകൾ ജസ്റ്റ് ഒന്ന് കേട്ടുപോവുക, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ള ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. അതിൽ ആദ്യം പറയാനുള്ളത് ഇൻറ്റു ഫംഗ്ഷൻ ആണ്. എന്താണ് ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഇസ് കോൾഡ് ആൻ ഇൻറ്റു ഫംഗ്ഷൻ. ഇൻറ്റു ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ if and only if there exists at least one element in B which is not the image of any element of A. മനസ്സിലായോ? ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ താഴെ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, എന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അതിന് ഇൻറ്റു ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ എന്താ പറഞ്ഞത്? ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഇൻ ബി, ബിക്കകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ഉണ്ടായിരിക്കണം. വിച്ച് ഈസ് നോട്ട് ദ ഇമേജ് ഓഫ് എനി ഓഫ് ദ എലമെന്റ് ഓഫ് എ. എന്നുള്ള സെറ്റിലെ ഏതെങ്കിലും ഒരു മെമ്പറിന്റെ ഇമേജ് അല്ലാതെ വരുന്ന രീതിയിൽ ഒരു മെമ്പർ എങ്കിലും ബിക്കകത്ത് ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ എ മാപ്പ് ചെയ്യുന്നത് എക്സിലേക്ക്, ബി മാപ്പ് ചെയ്യുന്നത് ഇസഡിലേക്ക്, സി മാപ്പ് ചെയ്യുന്നത് വൈയിലേക്ക്. നോക്കി, പി എന്നുള്ള എലമെന്റ്, എയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇവിടെ ഇമേജ് നമുക്ക് കിട്ടി. പക്ഷെ നോക്കി, ഇവിടെ ബി എന്നുള്ള സെറ്റിനകത്ത് ഒരെലമെന്റ്, പി എന്നുള്ള എലമെന്റിന് നമുക്ക് പ്രീ ഇമേജ് ഇവിടെ ഇല്ല, അല്ലേ? പി എന്നത് ഇമേജ് ആകത്തക്ക വിധത്തിൽ ഒരു എലമെന്റ് നമുക്ക് എക്കകത്ത് ഇല്ല. അപ്പൊ ഇങ്ങനെ വരുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഇൻടു ഫംഗ്ഷൻസ്. ഓക്കെ, രണ്ടാമത് നമുക്ക് പറയാനുള്ളതാണ് ഓൺ ടു ഫംഗ്ഷൻ. എന്താണ് ഓൺ ടു ഫംഗ്ഷൻ? എഫ് ഫ്രം എ ടു ബി is called an on to function if and only if each element of B is the image of any element of A. അതായത് കോഡൊമൈനും റേഞ്ചും സെയിം തന്നെ ആയിരിക്കണം. ഈച്ച് എലമെന്റ് ഓഫ് ബി ഇസ് ദ ഇമേജ് ഓഫ് എനി എലമെന്റ് ഓഫ് എ. എന്താണ് ഓൺ ടു ഫംഗ്ഷൻ? ബിക്കകത്ത് ഏതൊരു എലമെന്റ് എടുത്താലും നമുക്കത് എക്കകത്ത് അതിനൊരു പ്രീമേജ് ഉണ്ടായിരിക്കണം, അല്ലേ? അതായത് ബിക്കകത്തുള്ള ഏതൊരു എലമെന്റും എ എന്നുള്ള സെറ്റിനകത്ത് എലമെന്റിന്റെ ഒരു ഇമേജ് ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ്, നോക്കി എങ്ങനെ പറഞ്ഞേ, ഈച്ച് എലമെന്റ് ഓഫ് ബി ഇസ് ദ ഇമേജ് ഓഫ് എനി എലമെന്റ് ഓഫ് എ. ഓക്കെ, അതാണ് ഓൺ ടു ഫംഗ്ഷൻ. അതായത് നമുക്ക് എന്ത് പറയാം? കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നതും റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് സെറ്റ് എ സെറ്റ് ബി എന്നെടുത്താൽ ബിക്കകത്തുള്ള എല്ലാ എലമെന്റിനും നമുക്കിവിടെ പ്രീ ഇമേജ് ഇവിടെ ഉണ്ടായിരിക്കണം. എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് എക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റണം. ബിയിലെ എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് ഇവിടെ എക്കകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ വിളിക്കുന്നതാണ് ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് one-one function. Okay, one-one function. A function f from a to b is called a one-one function if and only if to every element of A there exists one and only one image in B. അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ടായിരിക്കണം. അതായത് ഒന്നിനും റിപ്പീറ്റഡ് ആയിട്ട് ഇമേജസ് ആയിട്ട് വരാൻ പാടില്ല. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് തന്നെയായിരിക്കണം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്ലാസ്സിലെ 25 സ്റ്റുഡൻസിൻ്റെ ഒരു കേസ് എടുക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുവാണ്. എഫ് ഓഫ് എക്സ് ഈസ് ദ റോൾ നമ്പർ ഓഫ് ദ സ്റ്റുഡൻറ്റ് എക്സ്. ഓക്കെ, അപ്പോൾ റോൾ നമ്പർ കൊടുക്കുമ്പോൾ 25 സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും 25 സ്റ്റുഡൻസിനും ഓരോ റോൾ നമ്പർ 1 2 3 എന്ന് പറഞ്ഞ് 25 വരെ നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ ഫംഗ്ഷൻ 1-1 ആയിരിക്കുമോ? ഈ ഫംഗ്ഷൻ 1-1 ആയിരിക്കുമോ? ഏതൊരു കുട്ടി എടുക്കുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവനൊരു റോൾ നമ്പർ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലേ? ഏതൊരു കുട്ടി എടുത്താലും അതിനൊരു കറസ്പോണ്ടിങ് റോൾ നമ്പർ ഉണ്ട്. അപ്പോൾ ഒരാൾക്കും റിപ്പീറ്റഡ് ആയിട്ട് എന്ത് വരുന്നില്ല? റോൾ നമ്പർ വരുന്നില്ല. അപ്പോൾ ഓരോ ഡിസ്റ്റിങ്ക്റ്റ് കുട്ടിക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജുകൾ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് റോൾ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1-1 ഫംഗ്ഷൻ ആണ്. പക്ഷേ ഇനി തിരിച്ചു നോക്കിക്കേ, നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു എൻ ആണ്. എന്ന് നാച്ചുറൽ നമ്പറിന്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിക്കേ, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണോ? അതായത് ഓൺ ടു ഫംഗ്ഷൻ ആവണമെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ സെറ്റിലുള്ള എല്ലാ നമ്പർ എടുത്താലും അല്ലെങ്കിൽ ഏത് നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്കകത്ത് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റണം.
ഇപ്പോൾ ഞാൻ 25 സ്റ്റുഡൻസേ ഉള്ളൂ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു 26ാമത്തെ ഒരു കുട്ടിയെ നമ്പർ എടുക്കുവാണ്. ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കുട്ടിയെ എനിക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അല്ലെങ്കിൽ 27 എന്നുള്ള നമ്പർ എടുക്കുവാണെങ്കിൽ എനിക്കൊരു കറസ്പോണ്ടിങ് ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഇവിടെ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്ന് ആ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിലെ ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 25 ശേഷം വരുന്ന ഒരു നമ്പറിനും എനിക്ക് ഒരാളെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ബാക്കി 25 വരെ ഉള്ളതിന് ഇമേജ് പ്രീ ഇമേജ് ഇവിടെ ഏക്കകത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ദ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 2x ഈസ് 1 ബട്ട് നോട്ട് ഓൺ ടു. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എങ്ങനെ ഡിഫൈൻ ചെയ്തേ, ഈ ഡെഫിനേഷൻ നിങ്ങൾ നോക്കണം. എൻ ടു എൻ എന്ന് പറഞ്ഞത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്ന് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിലേക്ക് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഫംഗ്ഷൻ 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. 1 എന്ന് പറയുന്ന കാര്യം എന്താ, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്തേക്കുന്ന അനുസരിച്ച് 2x1 ഈക്വൽ ടു 2x2 എന്ന് വരും. 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി x1 ഈക്വൽ ടു x2. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ അത് എന്ത് ഇംപ്ലൈ ചെയ്യുന്നു, x1 ഈക്വൽ ടു x2 എന്ന് ഇംപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്, 1 ആണ്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജുകൾ ഉണ്ട്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജുകൾ ഇതിനകത്ത് വരും. അപ്പോൾ നാച്ചുറൽ നമ്പറുടെ സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 2 3 ഇങ്ങനെ എടുക്കുകയാണ്, അങ്ങനെ പോവുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് എങ്ങനെ കിട്ടണം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഉണ്ടാവും, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 × 2 4 ഉണ്ടാവും, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6, അങ്ങനെ 2 4 6 8 ആ രീതിയിൽ അങ്ങനെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇമേജസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന് ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജുകളായിരിക്കും, ഒന്നും റിപ്പീറ്റഡ് ആയിട്ട് വരില്ല. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്താണ്, 1 ആണ്. ഇനി തിരിച്ചൊരു കാര്യം നോക്കിക്കേ, ഫംഗ്ഷൻ ഓൺ ടു ആണോ, ഓൺ ടു അല്ല അല്ലേ. നമ്മളിവിടെ പറഞ്ഞേക്കുന്ന സെറ്റ് എന്താണ്, നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്ന് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഈ 2 4 6 8 മാത്രമല്ല ഇതിനകത്തുള്ളത്, അതായത് ഈവൻ നമ്പേഴ്സ് മാത്രമല്ല നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ വരുന്നത്, അല്ലാതെ ഓഡ് നമ്പേഴ്സിൻ്റെ കളക്ഷനും കൂടെ ഇതിനകത്ത് വരും. അപ്പോൾ ആ 1 3 5 7 9 അങ്ങനെ പറഞ്ഞു പോകുന്ന ഓഡ് നമ്പേഴ്സിന് എന്തില്ല, ഇവിടെ പ്രീ ഇമേജുകൾ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തല്ല, ഈ എന്നിൽ കുറേ എലമെൻസിന് പ്രീ ഇമേജുകൾ നമുക്ക് ഇവിടുത്തെ എന്നിൽ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ഓൺ ടു അല്ല, പക്ഷെ 1 ആണ്, ഓൺ ടു അല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഇങ്ങനെ ഫംഗ്ഷൻ തന്നിട്ട് 1 ആണോ അല്ലെങ്കിൽ ഓൺ ടു ആണോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് പഠിക്കുക, എക്സാമ്പിൾ സഹിതം പഠിക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ദ ഫംഗ്ഷൻ എഫ് ഫ്രം R to R ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഈസ് 1 ആൻഡ് ഓൺ ടു. ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ മാറി ആറിൽ നിന്ന് ആറിലേക്കാണ്. റിയൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പറിൻ്റെ സെറ്റിലേക്ക് തന്നെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. ആദ്യം പറഞ്ഞത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റായിരുന്നു, ഇപ്പോൾ പറഞ്ഞത് റിയൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പറിൻ്റെ സെറ്റിലേക്കാണ്. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഈസ് 1 ആൻഡ് ഓൺ ടു. അത് രണ്ടും 1 ആണ്, ഓൺ ടു ആണ്. 1 ആണെന്ന് പറയാൻ വേണ്ടി ആദ്യം പറഞ്ഞ അതേ രീതിയിൽ തന്നെ എഴുതിയാൽ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ദാറ്റ് ഇംപ്ലൈസ് 2x1 ഈക്വൽ ടു 2x2, അതായത് 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി x1 ഈക്വൽ ടു x2. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് 1 എന്ന് പറയുന്നത്. ഇനി ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ, ആറിൽ നിന്ന് ആറിലേക്കാണ് ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആറിൽ നിന്ന് ആറിലേക്ക് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് 6 ആണ്, ഇത് 6. ആറിൽ നിന്ന് ആറിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് 6ൽ 2x എന്നുള്ള ഇമേജ് വരത്തക്ക വിധത്തിൽ എലമെന്റുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഫംഗ്ഷൻ 1 ആണ്. അതുപോലെ തന്നെ തിരിച്ച് ഓൺ ടു ആണോ, ഓൺ ടു ആണോ എന്ന് നോക്കിക്കേ. ഇവിടുത്തെ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പ്രീ ഇമേജ് ഇവിടെയും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിലെ പ്രോബ്ലംസ് ആണ് നമുക്ക് മുഖ്യമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച 2023 മാർച്ച് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഡെഫിനിഷൻ മനസ്സിലായാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. 1 എന്താണ്, ഓൺ ടു എന്താണ്, അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് നോക്കാം. മാർച്ച് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 2 3 4 5, എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1.
റൈറ്റ് എഫ് ഇൻ റോസ്റ്റർ ഫോം, ചെക്ക് വെദർ എഫ് ഈസ് 1 1 ആൻഡ് ഓൺ 2. മനസ്സിലായോ ക്വസ്റ്റ്യൻ? എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് ബിയിലേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുവാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ, ഓർഡേഡ് പെയർ എക്സ് വൈകളുടെ കളക്ഷൻ സച്ച് ദാറ്റ് എന്താ കണ്ടീഷനാണ്? y ഈക്വൽ ടു എക്സ് പ്ലസ് 1. y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നുള്ള ആ റിലേഷൻ കീപ്പ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഓർഡേഡ് പെയറുകളുടെ കളക്ഷൻ ആയിട്ടാണ് എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? റൈറ്റ് എഫ് ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് റോസ്റ്റർ ഫോം? റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും പഠിച്ചതാണ് അല്ലേ? എന്താണ് റോസ്റ്റർ ഫോം? റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് ഓരോ എലമെന്റിനെ കോമ ആയിട്ട് വേർതിരിച്ച് എഴുതുന്ന ആ മെത്തേഡ്, അതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് അല്ലേ? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ബിൽഡർ ഫോം ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഓർഡർ പെർ എക്സ് വൈ സച്ച് ദാറ്റ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് ഇങ്ങനെ എഴുതുന്നില്ലേ? y ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നേക്കുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് കോമായിട്ട് വേർതിരിച്ച് ഉത്തരം എഴുതണം. എന്ത് റിസൾട്ടാണ് ഇതിന് കിട്ടണം എന്നുള്ളത് എഴുതണം. അതാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇനി ചെക്ക് വെദർ എഫ് ഈസ് 1 1 ആൻഡ് ഓൺ 2. 1 1 ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫംഗ്ഷനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു എക്സ് പ്ലസ് 1. x ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു എക്സ് പ്ലസ് 1. നിങ്ങൾ നോക്കി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന സെറ്റ് എ എന്തായിരുന്നു? സെറ്റ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3. സെറ്റ് ബി എന്ന് പറയുന്നത് 2 3 4 5. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. റോസ്റ്റർ ഫോമിൽ എഴുതുന്നതിന് 1 മാർക്കും ഇനി 1 1 ഓൺ 2 ആണോ ചെക്ക് ചെയ്യുന്നതിന് 2 മാർക്കും ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 2 3 4 5. ഓക്കെ, അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതണം. അതിന് എക്സിന് കൊടുക്കാവുന്ന വിലകൾ ഏതൊക്കെയാണ്? വാല്യൂസ് ഏതൊക്കെയാണ്? എക്കകത്ത് വരുന്ന എലമെൻറ്റുകളെല്ലാം നമുക്ക് എക്സിന് കൊടുക്കാം. അതായത് 1 2 3 വരുന്ന എലമെൻറ്റ് 1 2 3 എന്ന് പറഞ്ഞ വാല്യൂസാണ് എക്സിന് കൊടുക്കുക അല്ലേ? അപ്പോൾ y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ എക്സിന് 1 കൊടുത്തു. എക്സിന് 1 കൊടുക്കുമ്പോൾ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ എത്രയാണെന്ന് നോക്കണം. എക്സിന് 1 കൊടുത്താൽ വൈയുടെ വില എത്രയാണ്? 1 + 1 2 അല്ലേ? ഇനി ഞാൻ എക്സിന് എനിക്ക് ഏത് വില കൊടുക്കണം? 2 എന്നുള്ള വില കൊടുക്കാം. എയിൽ അടുത്ത മെമ്പർ 2 ആണ്. അപ്പോൾ എക്സിന് 2 കൊടുത്താൽ വൈയുടെ വില എത്രയാണ്? എക്സിന് 2 കൊടുത്താൽ 2 + 1 3. y എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? അടുത്ത എക്സിന് എനിക്ക് അടുത്ത വില കൊടുക്കാൻ പറ്റുന്നത് 3 ആണ്. 3 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 3 + 1 4 ആണ്. ഓക്കെ, അപ്പോൾ ഇനി വേറെ എലമെൻറ്റുകളൊന്നും എക്കകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി എഫ് ഓഫ് എക്സിനെ നമ്മൾ ഓർഡേഡ് പെയറുകളായിട്ടാണ് എഴുതണമെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ബ്രാക്കറ്റിനകത്ത് ഓർഡേഡ് പെയറുകളായിട്ട് എഴുതണം. പെയറുകളായിട്ട് എങ്ങനെ എഴുതണം? അങ്ങനെ ആദ്യം ബ്രാക്കറ്റ് ഇട്ടിട്ട് ആദ്യം എക്സിൻ്റെ വാല്യൂ ആണ് ആദ്യം എഴുതാൻ. എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈന് എന്ത് വരുന്നു? 1 2 വരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് എലമെൻ്റ് ആയി. ഓക്കെ, കോമ എഴുതുക. അടുത്തത് എക്സിന് 2 ആകുമ്പോൾ വൈക്ക് എന്ത് വില വരുന്നു? 3 വരുന്നു. അപ്പോൾ 3 എഴുതുക, കോമ ഇടുക. അടുത്ത എലമെൻറ്റ് എക്സിന് 3 ആകുമ്പോൾ ഏത് വില വരുന്നു? 4 വരും. 3 4 അടുത്ത എലമെൻറ്റ്. ഇങ്ങനെ 3 എലമെൻറ്റുകൾ മാത്രമാണ് എഫ് ഓഫ് എക്സിനകത്ത് വരിക. 1 2 ഓർഡേഡ് പെയർ 1 2 2 3 ആൻഡ് 3 4. ഇങ്ങനെ 3 എലമെൻറ്റുകളാണ് എഫ് ഓഫ് എക്സിൽ വരിക. ഈ എഴുതുന്ന രീതിയെ പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഓക്കെ, 1 മാർക്ക് കിട്ടിയോ? റോസ്റ്റർ ഫോം എളുപ്പമല്ലേ? ഇവിടെ ജസ്റ്റ് എക്സിനും വാല്യൂ കൊടുക്കുക. എക്കകത്തുള്ള എലമെൻറ്റിന് എക്സിന് വാല്യൂ കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനെ ഇങ്ങനെ കോമായിട്ട് വേർതിരിച്ച് എഴുതിയ റോസ്റ്റർ ഫോമായി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പറയേണ്ടത് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഫ് 1 1 ഓൺ 2 ആണോ? എഫ് 1 1 ഓൺ 2 ആണോ നോക്കി. എഫ് 1 1 ഓൺ 2 ആണോ? എഫ് ഈസ് 1 1, ഓൺ 2 ആണോ? അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഓക്കെ, എ എന്നുള്ള സെറ്റ് എന്ന് പറഞ്ഞത് 1 2 3. ബി എന്നുള്ള സെറ്റ് എന്ന് പറഞ്ഞത് എലമെന്റ് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ബിക്കകത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 3 4 5 അല്ലേ? ഇനി നോക്കിയേ, നിങ്ങൾ ഇമേജ് മാർക്ക് ചെയ്ത് നോക്കിക്കേ. 1ന് കൊടുക്കുന്ന ഇമേജ് 1ൻ്റെ ഇമേജ് ഏതാണ്? 2ലേക്കാണ് 1 മാപ്പ് ചെയ്യുന്നത് അല്ലേ? ഇനി 2 ഏതിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്? 2ന് 3യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്.
ഇനി 3 ഏതിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്? 3 4ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയല്ലേ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ച് കിട്ടുന്നത്. അതിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലല്ലേ കിട്ടുക. നോക്കിയേ, ഇത് 1 1 ആണോ? 1 1 ആണ് അല്ലേ. ഈ എ എന്നുള്ള സെറ്റിനകത്ത് എല്ലാ എലമെൻറ്റിനും ബിക്കകത്ത് നമുക്ക് ഇമേജുകൾ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ എന്താണ്? ഫംഗ്ഷൻ എഫ് ഈസ് 1 1. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജുകളുണ്ട്. അതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് 1 1. ഇനി ഓൺ ടു ആണോ? ഓൺ ടു ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ബി എന്നുള്ള സെറ്റിലെ എല്ലാ എലമെൻസിനും തിരിച്ച് എക്കകത്ത് പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ഇവിടെ നോക്കിയേ, 2-നൊരു പ്രീ ഇമേജ് ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 3-ക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ട്, 2 ഉണ്ട്. 4-നൊരു പ്രീ ഇമേജ് ഉണ്ട്, 3 ഉണ്ട്. പക്ഷേ 5 എന്നുള്ള എലമെൻറ്റിന് ഇവിടെ ഒരു പ്രീ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല അല്ലേ. എവറി എലമെൻറ്റ് ഓഫ് ബിക്ക് പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റണം എന്നാണ് നമ്മുടെ ഡെഫിനേഷനിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ 5ക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതെന്തല്ല? ഫംഗ്ഷൻ ഓൺ ടു അല്ല. അപ്പം നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് റീസൺ എഴുതാം. ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ബി ഡസ് നോട്ട് ഹാവ് എ പ്രീ ഇമേജ് ഇൻ എ. ഓക്കെ, അതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു അല്ല. ഓക്കെ, ഇത്രയും കാര്യം എഴുതുമ്പോഴത്തേക്കും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. 1 1 ആണോ ഓൺ ടു ആണോ ഒക്കെ മാറി മറിച്ചുമൊക്കെ ചോദിക്കാം. 1 1 ആവുന്നത് തരാം, അല്ലാത്തത് തരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക. അതിൻ്റെ ഡെഫിനിഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് 1 1 ആവുന്നത്, ഓൺ ടു ആവുന്നത്, 1 1 അല്ലാതാവുന്നത് എപ്പോഴാണ്, ഓൺ ടു അല്ലാതാവുന്നത് എപ്പോഴാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് അതിൻ്റെ റീസൺ സഹിതം എഴുതണം. എന്നാലേ ഫുൾ മാർക്ക് നമുക്ക് തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പടം വരച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 1 1 ആണെങ്കിൽ എ എന്നുള്ള സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റും നമുക്കിവിടെ ഇമേജ് കിട്ടണം. അപ്പോൾ 1 1 ആയിക്കോളും. ഇനി തിരിച്ച് ബിക്കകത്തുള്ള എല്ലാ എലമെൻറ്റും തിരിച്ച് പ്രീ ഇമേജ് കിട്ടുവാണെങ്കിലോ അത് ഓൺ ടു ആവും. ഈ കേസിൽ അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് ഓൺ ടു അല്ല, പക്ഷെ 1 1 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പം എക്സാമിന് മുമ്പ് റിവിഷൻ രീതിയിലുള്ള ക്ലാസ്സുകൾ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. നമ്മൾ ചെറിയ ചാനലാണ്, ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കുള്ള സജഷൻസ് നമ്മുടെ കമൻ്റായിട്ട് പറയാവുന്നതാണ്. അതുപോലെ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്ക് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതനുസരിച്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.